അതായത് ചില കച്ചവടക്കാരെങ്കിലും എനിക്കിനി മതി, ബിസിനസ് ഞാൻ നിർത്തുകയാണ്, എനിക്ക് അത്യാവശ്യം വരുമാനമായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് കച്ചവടം നിർത്തിവെക്കരുത്. കാരണം കച്ചവടങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാകുന്ന ആളുകൾ വളരെ കുറവാണ്. കച്ചവടത്തിന്റെ ഒരു തൗഫീഖ് അള്ളാഹു നൽകുന്നതാണ്. കച്ചവടക്കാർ മനസ്സിലാക്കണം, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് മെച്ചമുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൂടെ അതിനോട് ചേർത്ത് പറയാൻ മറക്കല്ലേ. വതൗഫീഖ് റബ്ബി, എന്റെ അധ്വാനമുണ്ടായി എന്നത് ശരിയാണ്, പക്ഷേ എന്റെ അധ്വാനത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ കച്ചവടം മുന്നോട്ട് പോകില്ലായിരുന്നു. വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ വലിയ മൾട്ടി മില്യനേഴ്സ് നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ അധ്വാനമാണ്, കഷ്ടപ്പെട്ടതാണ്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നവർ പറയുകയാണെങ്കിൽ നമുക്കതിന്റെ കൂടെ ചോദിക്കാനുണ്ട്, നിങ്ങളെപ്പോലെ ലോഞ്ചിൽ കയറി, വഞ്ചിയിൽ കയറി, ബോട്ടിൽ കയറി, മരം കൊണ്ടുണ്ടാക്കിയ വഞ്ചിയിൽ കയറി കടലിൽ ഇറങ്ങി നീന്തി അക്കരെപ്പറ്റി ഗൾഫ് കണ്ട എത്രയോ, അന്ന് പോയ എത്രയോ മനുഷ്യന്മാർ നിങ്ങളുടെ കൂടെ, നിങ്ങളോളം നിങ്ങളെക്കാളും അധ്വാനിച്ചവരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇപ്പൊ എവിടെ? അവരെവിടെ? നിങ്ങളുടെ അധ്വാനം ഒന്ന് മാത്രമാണ് വിജയത്തിന്റെ കാരണമെങ്കിൽ ആ അധ്വാനിച്ചവർക്കും കിട്ടണ്ടേ ഇതുപോലെ? കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അധ്വാനം മാത്രമല്ല, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന ഒരു തൗഫീഖ് കൊണ്ടോ ഒരു സപ്പോർട്ട് കൊണ്ടോ മാത്രമാണ് വിജയിക്കാൻ കഴിയുന്നത്.